കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മാന്യമായിട്ട് തന്നെ നമുക്ക് ഉണ്ണിയെ രക്ഷിച്ചെടുക്കാം. അവര് ചോദിക്കുന്ന പണം കൊടുക്കാം. വേണമെങ്കിൽ എന്റെ കയ്യിലുള്ള ആഭരണങ്ങളെല്ലാം നമുക്ക് വിൽക്കാം. എന്റെ വീട്ടിൽ വിളിച്ചിട്ട് നമുക്ക് പണം അറേഞ്ച് ചെയ്യാൻ പറയാം. എനിക്ക് എന്റെ ഉണ്ണിയെ വേണം അച്ഛാ. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവനില്ലാത്തൊരു ജീവിതം എനിക്കില്ല അച്ഛാ, എനിക്കില്ല. വസു, സമാധാനമായിട്ടിരിക്കെ, കരയാതെ, വിഷമിക്കല്ലേ. ഉണ്ണിക്ക് ഒന്നും സംഭവിക്കില്ല. കണ്ടോ എടുത്തി, പണത്തിന്റെ ആവശ്യം വന്നപ്പോ അവൾ ഓവർ ആക്ടിങ് തുടങ്ങി. നമ്മൾ എടുത്തുകൊണ്ട് കാശ് വാങ്ങാനുള്ള അടവാ ഇതൊക്കെ. കരയില്ലേ വസു, സമാധാനമായിട്ടിരിക്കെ. പാവപ്പെട്ടവളുടെ അമ്മ, പാവപ്പെട്ടവളുടെ അച്ഛൻ കല്യാണ ചെലവൊക്കെ നോക്കി സ്ത്രീധനൊക്കെ തന്നു വിട്ടതല്ലേ. ആ കാശൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടി ആയിരിക്കും ചിലപ്പോ കിഡ്നാപ്പ് എന്ന ഈ നാടകമെങ്കിലോ. വെറുതെ ഒരു സംശയം തോന്നി പറഞ്ഞോന്നേ ഉള്ളൂ. എന്താ മോളെ ഇത്? നിങ്ങളും ഞങ്ങളും വേറെ വേറെ എന്ന രീതിയിൽ സംസാരിക്കുന്നേ? എന്തിനാ നിന്റെ ആഭരണങ്ങൾ വിൽക്കുന്നത്? ഇത് നിന്റെയും കൂടെ വീടല്ലേ? ഈ വീട്ടിൽ എന്താ പണമില്ലേ? ഉണ്ണി എന്റെയും കൂടി പേരക്കുട്ടിയല്ലേ? ഉണ്ണിയെ കാണാതെ പോയതിന്റെ വേദനയിലാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും വീണ്ടും വീണ്ടും അങ്ങനെ പറയില്ലേ മോളെ. ഉണ്ണി നിന്റേത് മാത്രമല്ല, അവൻ ഇവിടുത്തെ എല്ലാവരുടെയും കൂടിയാ. കിഡ്നാപ്പേഴ്സ് പിന്നീട് വിളിച്ചിരുന്നോ? വന്നിട്ടില്ല ബി. പിന്നീട് ഇതുവരെയും ഫോൺ വിളിച്ചിട്ടില്ല. കോൺടാക്ട് നമ്പർ എന്തെങ്കിലും കയ്യിലുണ്ടോ? ഇല്ല. നമ്പർ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി മൊബൈലിന് പകരം ലാൻഡ് ഫോണിലേക്കാണ് വിളിച്ചേക്കുന്നത്. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കേട്ടാ. അതെ അഭി, അതായിരിക്കും നല്ലതെന്ന് എനിക്കും തോന്നുന്നു. പോലീസ് ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കും. അത് വേണ്ട അച്ഛാ. ചിലപ്പോ അവര് ഉണ്ണി ഉപദ്രവിക്കും. അടുത്ത വീട്ടിലെ വേലക്കാരിക്കും കിഡ്നാപ്പേഴ്സിനും തമ്മിൽ ബന്ധമുണ്ട്. നമ്മളെപ്പറ്റി വ്യക്തമായി അറിയാവുന്നവരാണ് കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. കിഡ്നാപ്പിന് ശേഷം അവർ ഈ വീട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മൾ പോലീസിലെങ്ങനെ കംപ്ലൈന്റ് കൊടുത്താൽ ചിലപ്പോൾ അത് അവരറിയാൻ സാധ്യതയുണ്ട്. ഈ കിഡ്നാപ്പേഴ്സ് ഏത് തരത്തിലുള്ള ആൾക്കാരാണെന്ന് നമുക്കറിയില്ല. നമ്മൾ പോലീസിൽ അറിയിച്ചാൽ ഒരുപക്ഷെ പേടി കൊണ്ട് കിഡ്നാപ്പേഴ്സ് ഉണ്ണിയെ... അയ്യോ, അത് വേണ്ട, വേണ്ട. പോലീസിനെ ഒന്നും അറിയിക്കണ്ട. പണം നമുക്ക് കൊടുക്കാം. ഉണ്ണിയെ തിരിച്ചു കിട്ടിയാൽ മതി. അതാണ് മോളെ ഞങ്ങളും ആഗ്രഹിക്കുന്നത്. എന്നാൽ അവര് പിന്നീട് ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. ഫോൺ അവര് തന്നെ ആയിരിക്കും അബി. ഒരു മിനിറ്റ്. ഹലോ, ആരാ? കിഡ്നാപ്പർ. നീ ആരാടാ? ഉണ്ണിയുടെ അച്ഛനാണ്. കറക്റ്റായ ആളാണല്ലോ ഫോൺ എടുത്തിരിക്കുന്നത്. ഓക്കെ, നിനക്ക് എന്താ വേണ്ടേ? നേരത്തെ വിളിച്ചപ്പോ നയാ പൈസ പോലും തരില്ലെന്നാണല്ലോ പറഞ്ഞത്. ഈ ഗുണ്ടുപണിയെ നിങ്ങൾക്കാർക്കും വേണ്ടേ? ഞാനാണ് പറയുന്നത്. നിങ്ങൾക്ക് എത്രയാ വേണ്ടേ? എവിടെയാ കൊണ്ടുവരേണ്ടത്? അപ്പോ പൈസ തരാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പൊ തന്നെ കൊണ്ടുവരാം. എത്ര പണം വേണം, എവിടെ കൊണ്ടുവരണം, എല്ലാം നാളെ രാവിലെ ഫോൺ ചെയ്ത് അറിയിക്കാം. ഹലോ, ഇപ്പൊ തന്നെ പണം കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞില്ലേ?
ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ ഉടൻ അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ലേ? അതൊന്നും സാരമില്ല, ഞാൻ അറേഞ്ച് ചെയ്യാം. പ്ലീസ്, എവിടെ വരണം? എന്തിനാ ഇത്ര ധൃതി? നാളെ തന്നാ മതി. ഉണ്ണിക്ക് എങ്ങനെയുണ്ട്? എനിക്ക് അവൻ്റെ അടുത്തൊന്ന് സംസാരിക്കണം, പ്ലീസ്. എല്ലാം നാളെ മതി. ഇപ്പൊ ബൈ ബൈ. ഏയ്, ഹലോ 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 ഉണ്ണി 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 എന്നോട് സംസാരിക്കുണ്ണി. ഉണ്ണി നീ എവിടെയാ? ഉണ്ണി 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 എന്താ ഇത്? ആരും ഒന്നും മറുപടി പറഞ്ഞില്ല. ഉണ്ണി ഇപ്പൊ എവിടെയാണോ എന്തോ? അവൻ രാവിലെ വിളിക്കാന്നാ പറഞ്ഞത്.
ഏടത്തി, ഏട്ടനോട് ഇപ്പൊ തന്നെ പറഞ്ഞോ ഏടത്തി. ഏട്ടത്തി ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അതൊരു വലിയ തെറ്റായി പോവും. അതെ അമ്മേ, ഒരു തെറ്റ് അനുവദിക്കുന്നത് തന്നെ തെറ്റാ. തെറ്റ് ചെയ്യുന്നതിനേക്കാളും ആ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുന്നത് അതും തെറ്റാ. ഏട്ടത്തി പോയി ഏട്ടനോട് സംസാരിക്കേ. ഞാനും കാർത്തികയും വന്നിട്ട് ഏട്ടത്തിക്ക് സപ്പോർട്ട് ചെയ്യാം. തെറ്റ് ചെയ്യാതെ ഏട്ടനെ രക്ഷിക്കാം. എന്തു പറയുന്നു? കോഫി കുടിച്ചോളൂ. വേണ്ട. എന്നും കുടിക്കുന്നതല്ലേ? എനിക്കിന്ന് കുടിക്കണമെന്നില്ല. എന്നോടെന്താ ദേഷ്യാണോ? ഇല്ല. എങ്കിലിത് കുടിക്ക്. എനിക്ക് നല്ല തലവേദനയോട് ജയന്തി, ശല്യപ്പെടുത്തല്ലേ. എന്തിനാ നിങ്ങൾക്ക് ഈ തലവേദന എന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ തെറ്റ് ചെയ്യാൻ പോകുന്നോണ്ടാ. ഞാൻ തെറ്റ് ചെയ്തെന്നു. ദേ നോക്കൂ, നമ്മൾ ഏത് അവസ്ഥയിൽ നിന്ന് എവിടം വരെ എത്തിയെന്ന് നന്നായിട്ട് അറിയാലോ. അതിനുവേണ്ടി നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും രാത്രിയും പകലും എന്തുമാത്രം അധ്വാനിച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്കറിയാലോ. വെറും നിങ്ങളുടെ അധ്വാനം മാത്രമല്ല, സത്യസന്ധത, ന്യായം, നീതി ഇതൊക്കെ ഉള്ളതുകൊണ്ടാ നിങ്ങൾ ഇന്ന് ഈ നിലയിലേക്ക് എത്തിയത്. ഇന്നിപ്പോ നിങ്ങളുടെ ആദർശങ്ങളെല്ലാം തള്ളിക്കളയാണോ ചെയ്യുന്നത്? നീ എന്താ ജയന്തി പറഞ്ഞു വരുന്നത്? ഏട്ടത്തി പറയുന്ന 100% സത്യേട്ടാ. ഹരിശ്ചന്ദ്രൻ ഇതുവരെ നുണ പറഞ്ഞിട്ടില്ല. ശ്രീരാമൻ സീതയെ മറന്ന് ശൂർപ്പണയെ കല്യാണം കഴിച്ചിട്ടുമില്ല. മഹാബലി ദാനം കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതേപോലെ ഏട്ടനും തെറ്റ് ചെയ്യരുത്. ഇപ്പൊ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അച്ഛൻ തെറ്റ് ചെയ്യാൻ പോവാണ്. മനസ്സിന് വിപരീതമായിട്ട് അച്ഛൻ തെറ്റ് ചെയ്യാൻ പോവാണ്. എന്ത് തെറ്റാ മോളെ? 3 പേരും കൂടി എന്നോട് എന്താ പറയാൻ വരുന്നേ? പണം കൊടുത്ത് ഉണ്ണിയെ അങ്ങനെ രക്ഷിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പണം കൊടുത്തില്ലെങ്കിൽ ഉണ്ണി അവരെന്തെങ്കിലും ചെയ്യില്ലേ? നമ്മുടെ ഭയമാണ് അവരുടെ ധൈര്യം. നമ്മൾ ധൈര്യം കാണിച്ചാ അവര് ഭയപ്പെടും. അതുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയുടെ ജീവൻ അപകടത്തിലാക്കണമെന്നാണോ ജയന്തി? നിങ്ങൾ നീതി, ന്യായം, ധർമ്മം ഇതൊന്നും വിടരുത്. ധർമ്മത്തിന് നിരക്കാതെ പണം കൊടുത്ത് കുട്ടിയെ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷിച്ചുകൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത്. ജയന്തി, അതേട്ടാ, ഇപ്പൊ നമ്മുടെ കയ്യിൽ കാശുള്ളത് കൊണ്ട് അത് കൊടുത്ത് ഉണ്ണിയെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. നാളെ അനുവിനെയും കീർത്തിനെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോയാ അപ്പോഴും പണം കൊടുത്ത് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. കുറച്ചു ദിവസം കഴിഞ്ഞ് ഹോസ്റ്റലിൽ പഠിക്കുന്ന ഭാസ്കറിന്റെ മക്കളെ ഇതുപോലെ തട്ടിക്കൊണ്ടുപോകും. അപ്പോഴും നമ്മള് പണം കൊടുത്ത് അവരെ കൂട്ടിക്കൊണ്ടുവരണം. ഇങ്ങനെ പണം കൊടുത്തോണ്ടേ ഇരുന്ന കിഡ്നാപ്പേഴ്സ് എല്ലാം പണക്കാരാവും, നമ്മളൊക്കെ പിച്ചക്കാരും ആവും. എന്തു വർത്തമാനമായി പറയുന്നു സുമംഗലെ? അങ്ങനെയല്ല അച്ഛാ. നമ്മുടെ കയ്യിൽ കാശുള്ളത് കൊണ്ട് കിഡ്നാപ്പേഴ്സിന് കാശ് കൊടുത്ത് കുട്ടിയെ രക്ഷിക്കാം. പക്ഷേ പൈസ ഇല്ലാത്തവരുടെ കാര്യം എന്താകും? അവർ അവരുടെ കുട്ടികളെ എങ്ങനെയാ രക്ഷിക്കുന്നത്? ഇപ്പൊ ഉണ്ണിയെ കിഡ്നാപ്പ് ചെയ്തവര് ഇതുകൊണ്ട് നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ? മറ്റുള്ള കുട്ടികളെ വീണ്ടും കടത്തില്ലേ? ഒരുപക്ഷെ ആ വീട്ടുകാര് കാശ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ കിഡ്നാപ്പേഴ്സ് ആ കുട്ടിയെ ഉറപ്പായിട്ടും കൊന്നു കളയും.
എന്നുവെച്ചാ നമ്മൾ കിഡ്നാപ്പേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയാ. ഇപ്പൊ തന്നെ ഈ വിവരം പോലീസിൽ അറിയിച്ച് കിഡ്നാപ്പേഴ്സിനെ പിടികൂടി കഴിഞ്ഞാ പിന്നെ ഇത് ആവർത്തിക്കാതിരിക്കില്ലേ? ഇനിയും ഒരു കുട്ടിയുടെ അമ്മയും അച്ഛനും ഇതുപോലെ വേദനിക്കില്ലല്ലോ. നമുക്ക് പണം കൊടുക്കാൻ പറ്റില്ലെന്നല്ലേട്ടാ പറഞ്ഞത്. കൊടുക്കാന്നും പറഞ്ഞ് കിഡ്നാപ്പേഴ്സിനെ പോലീസിന് പിടിച്ചു കൊടുക്കണം. ഉണ്ണി നല്ല പോലെ നമ്മളെ വീട്ടിലേക്കും തിരിച്ചു വരും. ഉണ്ണിക്കും ഇവിടുത്തെ കുട്ടികൾക്കും സന്തോഷാവുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതച്ഛ. ഇത് ചെയ്യാതെ ഉണ്ണിയെ പൈസ കൊടുത്ത് കൂട്ടിക്കൊണ്ട് വന്നാ അത് പിന്നെ പോലീസ് അറിഞ്ഞാ അതിന്റെ മോശം അച്ഛനായിരിക്കും. എന്തുകൊണ്ടാ ഇത് നേരത്തെ പറയാത്തേന്ന് പോലീസ് അച്ഛനോട് ചോദിക്കും. അതുകൊണ്ടാ പറഞ്ഞത്, ഒന്ന് മനസ്സിലാക്ക്. ഇത്രയും നാൾ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത പേര്, പ്രശസ്തി എല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇല്ലാതായി പോകും. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാവും. ഭക്ഷണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകേട്ടാ. പക്ഷെ മാനം പോയാ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കേട്ടാ? ഇത്രയും നാൾ തലയുയർത്തി ജീവിച്ച നിങ്ങള് തെറ്റ് ചെയ്ത ആൾക്കാരെ പോലെ തല താഴ്ത്തി ജീവിക്കണമെന്ന് വെച്ചാ അത് വേദനയുള്ള കാര്യേട്ടാ. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഏട്ടത്തി പറ. നന്നായിട്ട് ആലോചിക്ക്. ഈ കിഡ്നാപ്പേഴ്സിന് പണം കൊടുത്താ പണം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, സമൂഹത്തിലെ നമ്മുടെ നിലയും വിലയും എല്ലാം നഷ്ടപ്പെടും. അതേസമയം കിഡ്നാപ്പേഴ്സിനെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഉണ്ണിയെയും അതേസമയം മറ്റു കുട്ടികളെയും രക്ഷിക്കുന്നത് പോലെയാകും. അതേസമയം തന്നെ നമ്മുടെ അന്തസ്സിനും കോട്ടം തട്ടില്ല. ഞാൻ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞു. എന്ത് ചെയ്യണമെന്ന് ഏട്ടൻ തീരുമാനിക്കും. അമ്മ 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 എന്തായാലും കുഴപ്പമുണ്ടോ ചേട്ടാ? ആരെങ്കിലും അറിഞ്ഞോ? നന്നായിട്ട് എൻക്വയറി ചെയ്തു. അവരിതുവരെയും പോലീസ് സ്റ്റേഷനിൽ പോയ ലക്ഷണമൊന്നുമില്ല. അപ്പൊ പിന്നെ നമ്മൾ ചോദിച്ച പണം തരാൻ അവർ റെഡി ആയിരിക്കും അല്ലേ? അവര് നേരത്തെ പണം തരാന്ന് പറഞ്ഞതല്ലേ, നിങ്ങളല്ലേ വാങ്ങിക്കാഞ്ഞേ? ചോദിച്ച ഉടനെ പണം തരാന്ന് പറയുമ്പോ ആർക്കായാലും ആദ്യം ഒരു സംശയം വരില്ല ചേട്ടാ. അവര് പണം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പോലീസുമായിട്ട് വന്നാലോ? ഇല്ലടാ, ചുറ്റുവട്ടത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലുമുള്ള നമ്മുടെ ആളുകളെ എല്ലാം കണ്ടിട്ടാ ഞാൻ വരുന്നത്. ഒരു സ്റ്റേഷനിലും ഇവനെ കിഡ്നാപ്പ് ചെയ്തതിന്റെ പേരിൽ ഒരു കംപ്ലൈന്റും കിട്ടിയിട്ടില്ല. അതെന്തായാലും വളരെ നന്നായി. നമ്മൾ ഇതുവരേക്കും ഫോണൊന്നും വിളിക്കാത്തതുകൊണ്ട് അവര് ഭയപ്പെട്ടിട്ടുണ്ടാവും തോന്നുന്നു. ഇപ്പൊ വിളിച്ചിട്ട് പണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് അവരോട് അങ്ങ് വരാൻ പറയാം. ആ ചെറുക്കൻ എന്തായാലും ഭൂമിയിൽ ഇനി ഒരുപാട് ആയുസുണ്ടെന്ന് തോന്നുന്നു. ആ ഗുണ്ടുപണിക്ക് ഭക്ഷണം കൊടുത്തിട്ട് നമുക്ക് വല്ലതും കഴിക്കാം. പാടം അമ്മ 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 എടാ ഗുണ്ടുപണി, നിനക്ക് കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇറങ്ങി വാ. എനിക്ക് എനിക്ക് എന്റെ അമ്മ കാണണം.